യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 16 വാക്യം 24. ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഏത് വിഷമവും ആവശ്യവും പങ്കുവയ്ക്കാൻ ദൈവമുണ്ടെന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന്. പ്രാർത്ഥന നമ്മുടെ മനസ്സിന് നൽകുന്ന ആശ്വാസം, സമാധാനം, ധൈര്യം എന്നിവ വിലമതിക്കാനാകാത്തതാണ്. പ്രാർത്ഥന കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്ന ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. മനസ്സ് തുറന്ന് പറയാൻ ആരുമില്ലെന്ന് പലരും സങ്കടപ്പെടാറുണ്ട്. ചില കാര്യങ്ങൾ ആരോടും പറയാൻ കഴിയില്ലെന്നതിനാൽ വീർപ്പുമുട്ടി കഴിയുന്നവരുമുണ്ട്. എന്നാൽ പൂർണ്ണമായി ഹൃദയം പങ്കുവയ്ക്കാൻ, പൂർണ്ണ ധൈര്യത്തോടെ തുറന്നു പറയാൻ നമുക്ക് ദൈവമുണ്ട്. അതിനാൽ എല്ലാം ഉള്ളിലൊതുക്കി നീറി ജീവിക്കേണ്ടതില്ല. ഏത് സമയത്തും എവിടെ വെച്ചും സംസാരിക്കാൻ കഴിയുന്ന ഉറ്റ സഖിയാണ് ദൈവം. ഇവിടെ യേശു നൽകുന്ന പ്രാർത്ഥനയുടെ മറുപടിയെക്കുറിച്ചുള്ള വാഗ്ദത്തത്തിൽ 3 കാര്യങ്ങൾ പ്രധാനമായി കാണാം. 1. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കണം. 2. അപേക്ഷിക്കുന്നത് ലഭിക്കും. 3. സന്തോഷം പൂർണ്ണമാകും. നമ്മുടെ കഴിവ്, യോഗ്യത, വിശ്വസ്തത, പ്രവർത്തനം ഇവയൊന്നും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ നമ്മെ യോഗ്യരാക്കുന്നില്ല. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ യോഗ്യതയല്ല മാനദണ്ഡമാകുന്നത്, യേശുക്രിസ്തുവിൻ്റെ യോഗ്യതയാണ്. ക്രിസ്തു എന്തുകൊണ്ടും യോഗ്യനാണ്. യേശുവിൽ യാതൊരു കുറവുകളുമില്ല. നാം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്തും ലഭിക്കും എന്ന് പറയുമ്പോൾ എന്തും പ്രാർത്ഥിക്കാമെന്നർത്ഥമാക്കരുത്. യേശുവിൻ്റെ നാമത്തിൻ്റെ പരിശുദ്ധിക്കും നീതിക്കും ചേർന്നതാകണം ചോദിക്കേണ്ടത്. അപ്പോൾ അത് ഉറപ്പായും ലഭിക്കും. നമ്മുടെ സന്തോഷം ദൈവത്തിൻ്റെ ഹിതമാണ്. ആ സന്തോഷത്തിൻ്റെ പൂർണ്ണത ദൈവത്തിൻ്റെ അടുക്കൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ദൈവത്തിൽ നാം സന്തോഷിക്കണം, ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിക്കണം, ദൈവകൽപ്പനകളിൽ സന്തോഷിക്കണം. എന്നാൽ സന്തോഷപൂർണ്ണത നൽകാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. മറ്റെല്ലാ സന്തോഷവും താൽക്കാലികമാണ്. നിത്യാനന്ദം നമ്മുടെ ശിരസിൽ പകരുന്ന ദൈവം പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നത് സന്തോഷപൂർണ്ണതയിലേക്ക് നമ്മെ എത്തിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.